ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിഫ്റ്റിയുടെ ഇന്നത്തെ അതിഭീകരമായ ഫോളിൽ അതിൻ്റെ മേജർ സപ്പോർട്ടായിട്ടുള്ള 23,250 എന്ന ലെവല് അതും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോവുകയും 23,085 എന്നുള്ള ലെവലിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 23,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവലിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു മേജർ സപ്പോർട്ട് കാണുന്നത് 22,800 അപ്പോൾ ആ ഒരു സപ്പോർട്ടിലേക്ക് താഴുമോ അല്ലെങ്കിൽ 22,000 ലെവലിലേക്ക് നിഫ്റ്റി വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം നിരാശ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ നമ്മൾ മാർക്കറ്റ് പരിശോധിച്ചാൽ മേജർ സെക്ടേഴ്സ് എല്ലാം ചുവപ്പിലാണ്. ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സിൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എല്ലാം വലിയ തോതിലുള്ള തകർച്ചയിലാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റി 500-ൽ 21 സ്റ്റോക്കുകൾ പച്ചകത്തി നിൽക്കുന്നുണ്ട്. അതിൽ TCS, HUL, ആക്സിസ് ബാങ്ക്, ഹാപ്പിയസ്റ്റ് മൈൻഡ്, ബയോകോൺ, BSE തുടങ്ങിയ പല പ്രമുഖ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റി എത്രമാത്രം ക്രാഷ് ആയാലും ചില സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ എപ്പോഴും മാർക്കറ്റിലുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും അവസരങ്ങളുണ്ട്. പക്ഷേ അത്തരം സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം നിലവിലെ മാർക്കറ്റ് ഫോള് തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഓൾറെഡി നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. ഇത് കൂടാതെ ചില പുതിയ കാരണങ്ങൾ ആഡ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ മാർക്കറ്റ് ഫോളിന് പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് US ജോബ് ഡാറ്റയാണ്. അത് പ്രതീക്ഷിച്ചതിലും നന്നായിട്ടുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 4.1% താഴോട്ടേക്ക് പോയി. അപ്പോൾ ഇത്തരത്തിൽ നല്ല തോതിലുള്ള ജോബ് സാധ്യതകൾ വർദ്ധിക്കുകയും അതുവഴി ആളുകളുടെ ഏർണിങ്സ് വർദ്ധിക്കുകയും അതുവഴി ഇൻഫ്ലേഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി 4 റേറ്റ് കട്ടുള്ളത് 2 റേറ്റ് കട്ടായി ഈ വർഷം ഉണ്ടാകും എന്ന് കമൻട്രി പറഞ്ഞ ഫെഡറൽ റിസർവ് ഇനിയിപ്പോൾ ഈ ഒരു 2 റേറ്റ് കട്ടും കൂടി നടത്താതെ പോകുമോ എന്നൊരു ഭയം മാർക്കറ്റിന് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ജോബ് ഡാറ്റയുടെ ഈ ഒരു വർധനവ് US ബോണ്ട് ഈൽഡിലും വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ US ബോണ്ട് ഈൽഡ് വളരെയധികം ആകർഷകമായിട്ടാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ തേടിക്കൊണ്ട് അവർ അമേരിക്കൻ മാർക്കറ്റിലേക്ക് തിരിച്ചു പോകും. അത് FII സെല്ലിംഗ് വർദ്ധിപ്പിക്കും. അപ്പോൾ ആ ഒരു സെല്ലിംഗ് പ്രഷറാണ് ഇന്ന് മാർക്കറ്റിൽ കൂടുതലായിട്ടുണ്ടായത്. കൂടാതെ ഈ ജോബ് ഡാറ്റ സ്ട്രോങ് ആയതുകൊണ്ട് അമേരിക്കൻ്റെ ഡോളർ ശക്തിപ്പെടാൻ അതൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായത് ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യൻ രൂപി അതുകൊണ്ട് തന്നെ ദുർബലമായി. ഇപ്പോൾ ഓൾറെഡി ദുർബലമായ ഇന്ത്യൻ രൂപി വീണ്ടും അതിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലൈഫ് ടൈം ലോ ആയിട്ടുള്ള 86.5 എന്ന ലെവലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ രൂപി വീക്കാകുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം അവർ എത്ര ലാഭം ഉണ്ടാക്കിയാലും അത് ഡോളറിൽ കൺവേർട്ട് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ നഷ്ടം അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. ഇങ്ങനെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മാർക്കറ്റിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്ലോബൽ പ്രശ്നം പുതുതായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ക്രൂഡ് ഓയിലുള്ള വില വർധനമാണ്. അത് കഴിഞ്ഞ 15 ആഴ്ചകളിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. റഷ്യക്കെതിരെ US സാങ്ഷൻസ് വന്നത് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയിനിൽ ഒരു ഡിസപ്ഷൻ ഉണ്ടാകുമെന്നും അത് ഇന്ത്യയെ പോലെ റഷ്യയെ ഈ ക്രൂഡ് ഓയിലിന് വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമ്മുടെ ആ ഒരു ക്രൂഡ് ഓയിൽ പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ ക്രൂഡ് ഓയിൽ പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയൽ എന്നുള്ള നിലക്ക് അതിൻ്റെ വില വർധനവ് തീർച്ചയായിട്ടും വലിയ വെല്ലുവിളിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുക. അതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി രൂപി വീക്ക് ആയതുകൊണ്ട് ഇതൊക്കെ ഡോളറിൽ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ എഫക്റ്റ് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കൂടിയിട്ടാണ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടാകുകയും അത് വലിയ തോതിലുള്ള ഒരു മാർക്കറ്റ് ഫോളിന് കാരണമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ FII DIA സെല്ലിംഗ് ഡാറ്റകൾ നമ്മൾ പരിശോധിച്ചാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് 4,000 എന്നുള്ള നെറ്റ് സെല്ലിംഗ് ആണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 8,000 എന്നുള്ള ലെവലിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിനേക്കാൾ ഡബിള് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് മാർക്കറ്റ് വലിയ തകർച്ചയില്ലാതെ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ പോസിറ്റീവായ നവംബറിലെ ഇന്ത്യ ഇൻഡസ്ട്രിയൽ ഡാറ്റ അത് ഈ മാർക്കറ്റിനെ ഒരു റിക്കവറിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിച്ചില്ല. അത്രമാത്രം ഗ്ലോബൽ ക്യൂസ് വലിയ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാക്കിയപ്പോൾ ഈ ഡാറ്റ ആരും കാണാതെ പോയി. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വളരെ പോസിറ്റീവായിട്ട് വന്നത് Q3 Q4 ഏർണിങ്സ് ഇംപ്രൂവ് ആക്കുമെന്നുള്ള വ്യക്തമായ സൂചനകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രികളുടെ ഉൽപ്പാദനം എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട് എന്നതിനെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റയാണ് മാസാമാസം പുറത്തു വരുന്ന ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP ഡാറ്റ. ഇത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ MSPI ആണ് പുറത്തുവിടാറുള്ളത്. അപ്പോൾ ഒടുവിൽ വന്ന ഡാറ്റ സൂചിപ്പിക്കുന്നത് നവംബർ മാസം ഗ്രോത്ത് 5.2% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023 നവംബറിൽ
അത് 2.5% മാത്രമായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇയർ ഓൺ ഇയറിൽ ഈ വലിയൊരു വ്യത്യാസം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 6 മാസത്തെ പ്രീവിയസ് ഡാറ്റയുമായി കമ്പയർ ചെയ്യുമ്പോൾ 5.2 എന്ന് പറയുന്ന നവംബറിൽ വന്ന ഡാറ്റ 6 മാസത്തെ ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് ആണ്. കാരണം മെയ്യിൽ 5.9 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുകയായിരുന്നു. കാരണം ജൂണിലത് 4.2 ആയി, ഏപ്രിൽ നവംബർ മാസങ്ങളിൽ ആവറേജ് 4.1% എന്ന ലെവലിലായി. കഴിഞ്ഞ വർഷം അതേ പീരീഡിൽ 6.5 ആയിരുന്നു. അതുപോലെ കഴിഞ്ഞ ഒക്ടോബറിൽ 3.5 ആയിട്ട് അത് വലിയ തോതിൽ താഴത്തേക്ക് പോയി. അവിടെ നിന്നാണ് ഇപ്പോൾ നവംബർ ഡാറ്റ തകർപ്പ് റിക്കവറി ആണെന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രോത്തിന് കാരണമായത് മാനുഫാക്ചറിംഗ് സെക്ടറിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഒക്ടോബറിൽ 4.1% ഉള്ള സ്ഥാനത്താണ് ഇപ്പോൾ അത് 5.8% ആയിട്ട് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലുള്ള ഇപ്പോൾ നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 23ഓളം സബ് സെക്ടറുകളുണ്ട്. അതായത് 23ഓളം ഇൻഡസ്ട്രികൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 18ഓളം ഇൻഡസ്ട്രികളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്താണ് നവംബറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മാനുഫാക്ചറിങ് സബ് സെക്ടർ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ആ ഒരു സെഗ്മെന്റിൽ 37% ഗ്രോത്താണ് കാണുക. അത് മൊത്തത്തിൽ ഇപ്പോൾ ഏപ്രിൽ ടു നവംബർ വരെയുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് 22.6% ആണ്. ഈ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് 22.6% ഗ്രോത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതേ മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ മറ്റൊരു ഉയർന്ന പെർസെൻറ്റേജ് കാണിക്കുന്നത് ഫർണിച്ചർ നിർമ്മാണ മേഖലയാണ്. അവിടെ 50% വർധനമാണ് നവംബറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഏപ്രിൽ ടു നവംബർ 6 മാസത്തെ ഗ്രോത്ത് 29.8% ആണ്. ഇങ്ങനെ പല സബ് സെഗ്മെന്റിലും നല്ല ഗ്രോത്തുകൾ നമുക്ക് കാണാൻ കഴിയും. 4 സെഗ്മെന്റിലാണ് നമുക്ക് നെഗറ്റീവ് ഗ്രോത്ത് കാണാൻ കഴിയും. അതിലൊന്ന് ഫുഡ് പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങിലാണ് നെഗറ്റീവ് ഗ്രോത്ത് പ്രൊഡക്ഷൻ കാണുന്നത്. അതുപോലെ ലെതർ ആൻഡ് റിലേറ്റഡ് പ്രൊഡക്ട്സിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ്. റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് മേഖലകളിൽ നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ട്. അതുപോലെ പ്രിന്റിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡഡ് മീഡിയ അതിൽ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ട്. ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പൊതുവെ പോസിറ്റീവ് ഗ്രോത്ത് ആണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇലക്ട്രിസിറ്റി ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകളും വളരെയധികം എൻകറേജിംഗ് ആണ്. കാരണം ഒക്ടോബറിൽ 2% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നവംബറിൽ 4.4% വർധനമാണ് അത് കാണിക്കുന്നത്. അതുപോലെ മൈനിങ് സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 0.9% ഒക്ടോബറിൽ കാണിച്ച സ്ഥാനത്ത് ഇപ്പോൾ 1.9% നവംബറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം കമ്പനികളുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും കമ്പനികളുടെ ഏർണിങ്സ് വർദ്ധിക്കുകയും ആ രീതിയിൽ കമ്പനി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഗ്രോത്ത് ആത്യന്തികമായിട്ട് വളരുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഹൈ വാല്യുവേഷനിലുള്ള ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഏർണിങ്സ് തീർച്ചയായിട്ടും കമ്പനികൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഒരു വാല്യുവേഷൻ നിലനിൽക്കില്ല, അത് താഴോട്ടേക്ക് പോകും. അതുകൊണ്ട് ഏർണിങ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കണം ഗവൺമെൻറ് ബജറ്റിലും മറ്റൊക്കെ മുന്നോട്ട് വെക്കേണ്ടത്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള ഏർണിംഗ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഏതൊരു ഡെവലപ്പിംഗ് എക്കണോമിയുടെയും ഗ്രോത്ത് എന്ന് പറയുന്നത് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇല്ലാതെ ഒന്ന് റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ, മറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ഗ്രോത്താണ് ഏറ്റവും പ്രധാനം. കൂടാതെ അതേ ഇൻഡസ്ട്രിയിലുള്ള പവർ സെക്ടർ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതൊരു ഡെവലപ്മെന്റിനും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് ഇലക്ട്രിസിറ്റി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല, സംഘർഷം നിറഞ്ഞ ഈ ഗ്ലോബൽ മേഖലയിൽ ഈ ഡിഫൻസ് സെഗ്മെന്റിലും വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 മേഖലകളിലാണ് ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസായിട്ടുള്ള ജെഫ്രീസ് അവർ ബഡ്ജറ്റിൽ ഫോക്കസ് ചെയ്യുന്ന സെക്ടറുകൾ. ഒന്ന് ഇൻഡസ്ട്രിയൽ സെക്ടർ, അതിൽ തന്നെ പവർ ആൻഡ് ഡിഫൻസ് തീം, ഇതാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ അവർ കാരണമായിട്ട് പറയുന്നത് GDP ഗ്രോത്തിന് സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു കാപെക്സ് ഗ്രോത്ത്, അതിൻ്റെ ഒരു ടാർഗറ്റ് സർക്കാർ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. കാരണം 10 മുതൽ 12% വരെയുള്ള ആ ഒരു കാപെക്സ് GDP ഗ്രോത്ത് അതിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ നിലവിൽ നമ്മുടെ ഡിഫൻസ് സ്പെൻഡിങ് 7 to 8% CAGR വളരുന്നത്. അതായത് FY 24 to 30 നിലവിൽ പോവുകയാണെങ്കിൽ 7 to 8% ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അതേ CAGR ഗ്രോത്താണ്. എന്നാൽ സർക്കാർ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള CAGR ഗ്രോത്ത് ഏകദേശം 13-14% ആണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഡിഫൻസ് ഗ്രോത്ത് നടക്കണമെങ്കിൽ ഡിഫൻസ് മേഖലയിലെ എക്സ്പെൻഡിച്ചർ വൻതോതിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതേപോലെയാണ് പീക്ക് അവറിലുള്ള പവർ ഷോർട്ടേജിന്റെ ഒരു പ്രശ്നം നിലവിൽ നേരിടുന്നുണ്ട്. 7% ഇയർ ഓൺ ഇയർ പവർ ഡിമാൻഡ് ഗ്രോത്ത് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പവർ സെക്ടറിലുള്ള ഉൽപ്പാദന വർധനവ് FY 24-30 ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അവിടെയും നല്ല തോതിലുള്ള എക്സ്പെൻഡിച്ചർ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ്
ജെഫ്രീസ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സെലക്ട് ചെയ്ത ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LNT അവിടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് ഉണ്ട്. അവിടെ 4600 എന്നുള്ള ടാർഗറ്റാണ് അവർ LNTക്ക് കൊടുക്കുന്നത്. അതുപോലെ HAL പ്രധാനപ്പെട്ട ഡിഫൻസ് സ്റ്റോക്കായിട്ടുള്ള HALന് 5500 എന്നുള്ള ടാർഗറ്റാണ്. അതുപോലെ സീമെൻസിന് 9555 എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ABB ഇന്ത്യക്ക് 9050 എന്നുള്ള ടാർഗറ്റാണ്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സിന് 370 എന്നുള്ള ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തെർമാക്സിന് 6100 എന്നുള്ള ടാർഗറ്റാണ്. അതുപോലെ KA ഇൻഡസ്ട്രീസിന് 5475 എന്നുള്ള ടാർഗറ്റാണ്. അതുപോലെ ഡാറ്റ പാറ്റേൺസിന് 3465 എന്നുള്ള ടാർഗറ്റാണ് ജെഫ്രീസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വരാൻ പോകുന്ന ബഡ്ജറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അധികം വാച്ച് ചെയ്യേണ്ട ഈ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.